അടുത്തതായി കാണുന്നത് സച്ചി രേവതി തമ്മിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ ഒന്നായിട്ടാണല്ലോ കാണുന്നത്. ഇവർ വീണ്ടും ഇതുപോലെ ഒന്നിച്ചല്ലോ. അതുപോലെ എന്ത് തലയണ മന്ത്രമാണോ അവന് ജപിച്ചു കൊടുത്തത് എന്നൊക്കെ ഇവിടെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രംഗത്തോടു കൂടിയാണ് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചത്. അതിനുശേഷം കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ എല്ലാം പറയുന്നതാണ്. അതിന് ഉള്ള ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ പറയുകയാണ് സച്ചിയുടെ അടുത്ത്, ചുമ്മാ നിങ്ങളുടെ അമ്മ ഈ ഒരു കാരണവുമില്ലാതെ ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കണ്ടുപോവുകയും ചെയ്യും. ഞാൻ ഇനിയിപ്പോൾ എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്. രേവതി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സച്ചി വേറെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിയേട്ടൻ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, ഞാൻ അമ്മ എന്ന് വിളിച്ചപ്പോഴേക്കും ഓടി വന്ന് എന്താ ഏതെന്നൊക്കെ നോക്കി, എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഓ, നിങ്ങളത് മനസ്സിലാക്കിയല്ലോ, വളരെ സന്തോഷം. അങ്ങനെ ഞാനൊരു കാരണമായില്ലേ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞാൻ അപ്പോഴേക്കും വേദനയൊക്കെ നിങ്ങളുടെ പമ്പ കിടക്കുകയും ചെയ്യും, ഞാൻ അപ്പോഴേക്കും വേറെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറയണം. ഈ വേദനയുടെ കാര്യങ്ങളൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, രാവിലെ ആവട്ടെ, എന്തായാലും നീ നേരത്തെ വിളിക്കൂ കേട്ടോ, ജോലിക്ക് വേഗം പോകാനുള്ളതാന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് രേവതി എണീറ്റ് പൂ കെട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ സച്ചി എണീറ്റിട്ട്, ഓ നീ എണീറ്റു എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഓ, നടുരാത്രിയിൽ ഇരുന്നിട്ടാണോ ഞാൻ പൂ കെട്ടുന്നത്? നേരം വെളുത്തിട്ട് കുറേ നേരമായി. എന്ത്, ഒരുപാട് നേരമായെന്നോ? നീ എന്താ എന്നെ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുകയാണ്. ഭാഗ്യം കോളൊന്നും വന്നിട്ടില്ല, ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കഴുത്തൊക്കെ ഇങ്ങോട്ടൊക്കെ തിരിച്ച് എക്സസൈസൊക്കെ ചെയ്യുകയാണ്. ഓ, നിങ്ങൾക്ക് ഭയങ്കര ശരീരവേദന എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്, കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. നീ നേരം വെളുക്കുമ്പോൾ തന്നെ പൂ കെട്ടാൻ തുടങ്ങിയോ? അതെ, ഇന്ന് പ്രദോഷമല്ലേ, അതുകൊണ്ട് ശിവന്റെ അമ്പലത്തിൽ വൈകിട്ട് പോകണം, പൂ കെട്ടാമെന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾക്കിപ്പോൾ ശരീരവേദനയൊക്കെ കുറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ, ഇന്നലെ മുതുകൊക്കെ ഭയങ്കര വേദനയായിരുന്നു, എന്തോ മാജിക് നടന്നതുപോലെ വേദനയെല്ലാം പോയി. ഇന്നലെ നൈറ്റ് കയ്യിലും കാലും നടുവും എല്ലാം നല്ല വേദനയായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചത് നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നാണ്, പക്ഷെ ഇപ്പോൾ വേദന ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ ആകുമ്പോഴേക്കും വേദനയെല്ലാം പറന്നു പോകുമെന്ന്. നീ അത്രയ്ക്ക് എൻ്റെ മേലെ കയറി മെതിച്ചായിരുന്നല്ലോ, കാലിൽ എന്തൊക്കെയോ വൈദ്യം നീ ചെയ്തല്ലോ. വേദനയുള്ളിടത്തൊക്കെ ഇപ്പോൾ വേദന ഇല്ലാതെ പോയി. എന്തായാലും ഇപ്പോൾ മൊത്തത്തിലൊരു റിലാക്സ് ആയ പോലെയുണ്ട്. എന്തായാലും വേദന പോയില്ലേ? ഇതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇന്നലെ രാത്രി കൂവി വിളിച്ചത്? ഇതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്? എത്ര രൂപ ചിലവായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ ഫീസും മരുന്നും എല്ലാം കൂടി ചേർത്തിട്ട് 400 രൂപ മേടിച്ചു. ഒരു നടുവേദനയ്ക്ക് 400 രൂപയോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, പണ്ട് എൻ്റെ അച്ഛൻ ഒരു തവണ നിന്ന നിപ്പിന് നടുവേദനയും മേലുവേദനയൊക്കെ വന്നപ്പോൾ ഈ ഡോക്ടറെ പോയി കണ്ടു. അതെന്താ, നിന്റെ അമ്മ എന്തേ മുതുകിലൊന്നും കയറിയിട്ട് മെതിക്കൊന്നും ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങൾ അവരോട് പോയി ചോദിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് എന്തായാലും നിങ്ങളുടെ വേദനയൊക്കെ കുറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി നിങ്ങൾ പോയിട്ട് കുളിക്കാൻ നോക്ക്. വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ മാത്രമാണ് ഇനി കഴിക്കാനുള്ളത്. ഞാൻ പോയിട്ടേ ഭക്ഷണം എടുത്തു വയ്ക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ജോലിക്ക് പോയെന്ന് പറയുന്ന കാര്യത്തിൽ പോവുകയാണെന്ന് മാത്രമല്ല, പോയിട്ട് അതുപോലെ തന്നെ നൈറ്റ് തിരിച്ചു വരണമെന്നും പറയണം. നിങ്ങൾക്ക് നടുവേദനയ്ക്ക് ശരിയായില്ലേ, 400 രൂപ എണ്ണിത്താ എന്നൊക്കെ പറയുമ്പോൾ, ഓഹോ, നീ ഇതിനൊക്കെ കണക്കും വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സച്ചിക്ക് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ 400 രൂപ കൊടുക്കില്ലായിരുന്നോ? താ എന്ന് പറയുമ്പോൾ കൈ നീട്ടുന്ന സമയത്ത്, ഓഹോ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിന്നെ എത്ര തവണ കാറ് കയറ്റിയിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെല്ലാം ഞാൻ പൈസ വെച്ചിട്ടുണ്ടോ? അങ്ങനെ പൂക്കാരി ഫ്രണ്ട് ഓട്ടോ കിട്ടാതെ നിന്ന സമയത്ത് കാറിൽ കയറ്റി പോയില്ലേ, അതിന് ഞാൻ കണക്ക് ചോദിച്ചോ? ഇതിനെല്ലാം കൂടി ചേർത്ത് കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നീ തരുമെന്ന കാര്യം. ഓഹോ, അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിങ്ങൾ കണക്കൊക്കെ നോക്കുന്നുണ്ടോ? എന്താ, നീയല്ലേ ആദ്യം കണക്ക് ചോദിച്ചത്, ഞാനാണോ എന്ന് കരുതിയിട്ട് നിങ്ങൾ കാറിൽ കയറി പോയിട്ട് കണക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അല്ലേ? അതിന് ചോദിച്ചോണ്ട് ഞാനിതിന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കണം. വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതും വൃത്തിയാക്കുന്നതും അലക്കുന്നതും പിന്നെ മറ്റു കാര്യങ്ങളും പാത്രം കഴുകുന്നതും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു കണക്കെഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? ബാങ്കിൽ പോയിട്ടൊരു ലോൺ ചോദിക്കും എനിക്ക് തരാൻ. പിന്നെ ഭാര്യമാർ ഈ ജോലി ചെയ്യുന്നതിൻ്റെ കണക്ക് നോക്കിയിട്ട് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോൺ തന്നെ വെച്ചിട്ടുണ്ട്. ചെന്ന് ചോദിച്ചാൽ ഉടനെ തരും. ഇത് ഇനി നോക്ക് രേവതി, മേലെ കയറിയിട്ട് 4 ചവിട്ടി ചവിട്ടിയിട്ട് നീ 400 രൂപ ചോദിക്കുന്നു. എല്ലാവർക്കും കാലുണ്ട്, അതുപോലെ തന്നെയല്ലേ എനിക്കും. നിങ്ങളുടെ കാല് മാത്രം എന്താ അത്ര വലിയ ഹൈറ്റിലാണോ ഉള്ളത്? നിങ്ങൾ രാത്രി തുടങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ ഭയങ്കര വെയിറ്റാണ് അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ട്. നിന്റെ വായ നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കൈക്കാണെങ്കിലോ യാതൊരുവിധ കുഴപ്പമില്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? പൂ കിട്ടുന്ന സമയത്ത് പൂ പോലെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാറോടിക്കുന്ന സമയത്ത്
ഹോൺ അടിക്കുന്ന പോലെയാണോ സംസാരിക്കുന്നത്? ഞാനും കുറച്ച് നേരം ശ്രദ്ധിക്കുന്നു. കൂടെ സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതേ പക്കത്തിലെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടെ സംസാരിക്കുന്നത്. ഈ കൂടെ എടുത്ത് താഴെട്ടെന്ന് ചോദിക്കുമ്പോൾ അയ്യോ സച്ചേട്ടാ എന്താ ചെയ്യുന്ന, കെട്ടിയിട്ട പോകെ എന്താ ചെയ്യുന്നത്, ഇവിടെ വെക്കെന്ന് പറയുകയാണ്. വെക്കാനല്ലേ പറയുന്നത്, ഓവർ സൗണ്ടൊന്നും ഉണ്ടാക്കണ്ട, നിന്റെ പൂക്കൂടെ എടുത്താൽ കൊടുക്കുകയാണ്. ആദ്യം പോയിട്ട് നിങ്ങൾ കുളിച്ചിട്ട് വരുമെന്ന് പറയുമ്പോൾ വന്നോന്ന് നീ കുറച്ച് കൂടുന്നുണ്ട്, നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് തോർത്തും എടുത്തിട്ട് കുളിക്കാൻ പോവുകയാണ്. അങ്ങനെ സച്ചിയുടെ പോക്ക് കാണുന്ന രേവതി ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സച്ചി കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ചായി വരുന്ന സമയത്ത് ഫുഡ് റെഡിയാക്കിയിട്ട് റൂമിലേക്ക് രേവതി വരുന്നത്. ഫുഡ് കയ്യിൽ മേടിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് പൂരിയും ബജിയാണ്. ഇരുന്ന് സച്ചേട്ടെന്ന് പറയുമ്പോൾ അല്ല ഈ പൂരിയും ബജി ഉണ്ടാക്കുന്നത് നീ ഒരു ചടങ്ങാക്കിയോ, എന്താ സച്ചേട്ടാ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മൾ തമ്മിൽ അടിയുള്ളതൊക്കെ സോൾവ് ആയല്ലോ, അപ്പോൾ പിറ്റേ ദിവസം തന്നെ പൂരി മസാല ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് ചോദിച്ചതാ. തല്ലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭർത്താവിന് ഇഷ്ടപ്പെട്ടത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും സമ്പ്രദായം വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പൂരി മസാല ഉണ്ടാക്കിയൊന്നും അല്ല, കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെയ്തു, അതിൻ്റെ കഴിഞ്ഞ ദിവസം ഉപ്മാവ് ഉണ്ടാക്കി, ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ച് പൂരി മസാല ഉണ്ടാക്കി, അത്രേ ഉള്ളൂ, അല്ലാതെ നീ എനിക്ക് വേണ്ടി ചെയ്തോന്നും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല. സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. ശരി ഇരുന്ന് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പൂരി മുറിച്ചിട്ട് വായിലേക്ക് ഇങ്ങനെ വെക്കുമ്പോഴേക്കും സച്ചി എന്ന് പറയുകയാണ്. അങ്ങനെ രേവതി പോയിടത്തുനിന്ന് തിരിച്ചു വരികയാണ്. എന്നിട്ട് നടുവേദന പോയി, പക്ഷേ കൈക്ക് വേദനയുണ്ട്. ഇനി നോക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പോഴേക്കും വേദന വരുന്നുണ്ട്, ഇനി ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ്. അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് രേവതി വാരി കൊടുക്കാൻ പോവുകയാണ്. രേവതി പോയിട്ട് റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് വന്നിട്ട് പൂരി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ സച്ചി ഭയങ്കര ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് കൈക്ക് വേദന എന്നല്ലേ പറഞ്ഞു, പിന്നെ നിങ്ങളെങ്ങനെ കാർ ഓടിക്കുക, ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തോ, കൈ വേദനമെങ്കിൽ ഞാൻ തിരുമ്മി തരാം. അയ്യോ അതൊന്നും വേണ്ട, എൻ്റെ ജീവിത മാർഗമേ എൻ്റെ കൈ വിശ്വസിച്ചിട്ടാണുള്ളത്, എൻ്റെ കൈയാണ് എൻ്റെ ആയുധം, നീ വെറുതെ ചവിട്ടി മരിച്ചിട്ട് കൈക്കൊന്നും സംഭവിക്കരുത്, ഞാൻ എങ്ങനെയെങ്കിലും കാർ ഓടിച്ചോളാം. ഇത്രയും കേട്ടുകൊണ്ട് രേവതി കുറച്ച് കലിപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഫുഡ് വാരി കൊടുക്കുന്നത്. ശരി ഞാൻ പോയിട്ട് വേറെ പൂരി എടുത്തിട്ട് വരാൻ പറയുമ്പോൾ വേണ്ട എനിക്ക് മതിയെന്ന് പറയുകയാണ്. സച്ചി തന്നെ കൈകൊണ്ട് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെ പൊക്കിയിട്ട് മേലേക്ക് ഒഴിച്ചാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാൻ ടാറ്റാ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പൊക്കി ടാറ്റയും കൊടുക്കുന്നുണ്ട്. അല്ല കൈ പൊക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ പാവമെന്ന് കരുതിയിട്ട് ഞാൻ ഭക്ഷണം വാരി തരികയും ചെയ്തു. ഇപ്പം ആ കൈ വെച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആട്ടുന്നുണ്ടല്ലോ, അപ്പോൾ കൈവേദന ഇല്ലേ? എനിക്ക് അപ്പോഴേ കൈവേദന ഇല്ലായിരുന്നു, ചുമ്മാ വെറുതെ റീൽ ചുറ്റിയതാണേ. നീ ഇന്നലെ മെതിച്ചതിന് 400 രൂപ ചോദിച്ചില്ലേ, അതിനുള്ള പണിഷ്മെൻ്റാണിത്, അപ്പം നിങ്ങൾ നടിച്ചതാണല്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു അത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡോട് നിൽക്കുകയാണ്.